ക്രോൺസ് ഡയറ്റ്. സിമ്പിളായി പറഞ്ഞാൽ മോർ പ്രോട്ടീൻ ലെസ് ഫൈബർ. കുറച്ചും കൂടെ സിമ്പിളാക്കി പറഞ്ഞാൽ ഞാരടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കുക, പ്രോട്ടീൻ അടങ്ങുന്ന ഭക്ഷണങ്ങൾ കൂട്ടുക. ദീസ് ആർ ഫൈബർ ഫുഡ്സ്, ദീസ് ആർ പ്രോട്ടീൻ ഫുഡ്സ്. പക്ഷേ ക്രോൺസ് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം ആകെ ഒരിക്കൽ മാത്രമേ ഞാൻ ലീഫി വെജിറ്റബിൾ കഴിച്ചിട്ടുള്ളൂ. ആൻഡ് ഐ ഓൾമോസ്റ്റ് ഗോട്ട് ഡയഡ്. വൈ പ്രോട്ടീൻ ഇമ്പോർട്ടൻറ്റ്? അതായത് നിങ്ങൾ ക്രോൺസിന് ഇഞ്ചക്ഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ, അതായത് അഡാലിമുബാബ്, ഇൻഫ്ലിക്സിമാബ്, ഉസ്തേക്കിനുബാബ് ഇതുപോലത്തെ ഇഞ്ചക്ഷൻസ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ വളരെ സപ്പോർട്ടീവാണ്. പ്രോട്ടീൻ എടുത്തോ, ദാറ്റ് ഇഞ്ചക്ഷൻസ് എഫക്ട് യുവർ ബോഡി പെർഫെക്റ്റ്ലി. ഈ ലീഫി വെജിറ്റബിൾസും കിഴങ്ങ് വർഗ്ഗങ്ങളും മാറ്റി നിർത്തുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് നട്ട്സ് മാറ്റി നിർത്തുക എന്നത്. കാരണം ഇറ്റ് ടേക്സ് എ ലോങ് പ്രോസസ് ടു ഡൈജസ്റ്റ്. ഒരു ഹെൽത്ത് ടിപ്പ് പറഞ്ഞു തരാം. അതായത് നിങ്ങൾക്ക് എനിമിയ ഉണ്ട്, എനിക്കുണ്ടായിരുന്നു, ബട്ട് നൗ ഐ ഡോണ്ട്. സിമ്പിൾ കാര്യം. അതായത് നമ്മുടെ ഉണക്കമുന്തിരി ഉണ്ടല്ലോ, തലേന്ന് കഴുകി ഒരു ഇച്ചിരി വെള്ളത്തിലിടുക. ദി നെക്സ്റ്റ് ഡേ യു ക്യാൻ ഹാവ് ദ ഹോൾ തിങ്. ഇത് ഞാൻ ഇയേഴ്സായി കഴിക്കുന്നത് കൊണ്ട് നൗ മൈ HB is 12.2 and I used to have 6 to 7. I'm damn sure it's going to help you guys. The thing you should realize is, ഒരാൾക്കും നമ്മുടെ ഡയറ്റ് പറയാൻ പറ്റില്ല. അതായത് നമ്മൾ ഹോസ്പിറ്റൽസിൽ കിടക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഡയറ്റീഷ്യൻസ് വരും and they will recommend you to do that and this, but it won't help. ഹെൽപ്പ് ചെയ്യുന്ന ഒറ്റ ഫാക്ടർ, അതായത് മോർ പ്രോട്ടീൻ ലെസ് ഫൈബർ. മെയിൻ ആയിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ബോഡി ഒബ്സർവ് ചെയ്യുക എന്നുള്ളത്. ഇഫ് യു ഹാവ് സംതിങ് ആൻഡ് ഇഫ് എനിത്തിങ് ട്രിഗേഴ്സ് യു, സ്റ്റോപ്പ് ദ ഫുഡ്. ബട്ട് ദ മെയിൻ തിങ് ഇസ്, ഇന്ന് കഴിക്കുന്ന ഫുഡ് നാളെ പറ്റിയെന്ന് വരില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ്. ഐ വാസ് ലാക്ടോ ഇൻടോളറൻറ്റ് ഫോർ 3 years, ബട്ട് നൗ ഐ ക്യാൻ ഹാവ് മിൽക്ക്. അതുപോലെ എനിക്ക് അലർജി ഉണ്ടാക്കിയ ഒന്നാണ് സാർഡിൻ ഫിഷ്, അതായത് നമ്മുടെ ചാളയുണ്ടല്ലോ, ചാള. പക്ഷെ ഇപ്പം ഞാൻ കഴിക്കും, എനിക്കിപ്പോൾ അലർജി ഇല്ല. അനദർ വൺ ഈസ് പോത്ത്, അതായത് ബീഫ് ഉണ്ടല്ലോ, ബീഫ്. അത് ഉറക്ക പറഞ്ഞൂടാ, കർണാടകക്കാരൻ തല്ലിക്കൊല്ലും. ബട്ട് നൗ ഐം നോട്ട്. മലയാളികളുടെ വികാരമായ പോത്തൊക്കെ അലർജി എന്ത് ചെയ്യും? ആൻഡ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ടു കുക്ക് യുവർ ഫുഡ് വെൽ. നല്ലോണം വേവിച്ചതിന് ശേഷമേ ഫുഡ് കഴിക്കാവൂ. പ്രത്യേകിച്ച് ഈ മീറ്റും വെജിറ്റബിൾസും അതൊക്കെ നല്ല രീതിക്ക് കുക്ക് ചെയ്തിട്ട് നല്ലോണം ചൂസ് ചെയ്യുക. നമ്മളെല്ലാവർക്കും വേഗം കഴിക്കുന്നൊരു ശീലമുണ്ട്. ഇറ്റ്സ് നോട്ട് ആപ്ലിക്കബിൾ ഹിയർ. ഓക്കെ, ദർ ഇസ് നോ ഓപ്ഷൻ. നല്ലോണം ചൂസ് ചെയ്യുക, നല്ലോണം കുക്ക് ചെയ്യുക, അതിനുശേഷം മാത്രമേ ഇത് കഴിക്കാവൂ. സോ ദിസ് ഇസ് മൈ ഡയറ്റ്. If you want to know a detailed diet plan, you can comment below. I will do a whole video. And answer for this question അടുത്ത വീഡിയോയിൽ.